ഹായ്, ക്ലമൻ ഡേവിഡ്. തൃശ്ശൂരാണ് വീട്. ഒരു 2 മാസമായി ഉണ്ടാവും. നമ്മൾ ഇലക്ഷൻ പ്രഖ്യാപിച്ച് 2 മാസമായി ഉണ്ടാവും. ഈ മലയാളികളുടെ ഗതികേടിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഈ രാഷ്ട്രീയ വീഡിയോകൾ ചെയ്യാൻ തീരെ താല്പര്യമില്ല. പക്ഷെ നമ്മൾ രാഷ്ട്രീയത്തിൽ ചോദിക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയം വേണം, രാഷ്ട്രീയം പറയണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് നിഷ്പക്ഷമായിട്ട് പറയണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. എവിടെയെങ്കിലും ചെന്നിരുന്ന് ആരെയും പറയണമായിട്ട് പറയാൻ പാടില്ല. അപ്പോൾ ഒരു 2-2.5 മാസക്കാലമായിട്ട് BJP 400 സീറ്റ് പിടിക്കുന്നു, കോൺഗ്രസ് 40 സീറ്റും കമ്മ്യൂണിസ്റ്റ് 4 സീറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് വാദഗതിയിലുണ്ടായിരുന്നു. അന്ന് തൊട്ട് ഈ കഴിഞ്ഞ, അതായത് മെയ് മാസം അവസാനത്തെ വെള്ളിയാഴ്ച വരെ മലയാള മാധ്യമങ്ങളൊക്കെ പറഞ്ഞിരുന്നത് BJP അധികാരത്തിൽ കയറില്ല എന്നാണ്. ഒരു രക്ഷയില്ല. കേരളത്തിലില്ല, തമിഴ്നാട്ടിലില്ല, ആന്ധ്രയിലില്ല, കർണാടകയിൽ തീരെയില്ല, രാജസ്ഥാനിലില്ല, UP കുറയും, എന്തൊക്കെയായിരുന്നു. ഇന്നലെ TV ന്യൂസ് കണ്ടപ്പോൾ ഇതൊക്കെ മാറ്റി പറയുക, ഒരു ഉളുപ്പില്ലാതെ. നികേഷും മൊട്ടാരുണും സ്മൃതിയും ഉണ്ണി ബാലകൃഷ്ണനൊക്കെ എന്ത് മെഴുകണേ, നാണാവില്ലവർക്ക്. ഇപ്പോൾ ഇന്നലെ 1-ാം തീയതി, ജൂൺ 1-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ഇവർ കളം മാറ്റി ചവിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ വിശ്വസിച്ച് ഇതുവരെ വാദിച്ചിരുന്ന ഈ മലയാളികൾ എന്തായി? ഓളകളായ. അതായത് കേരളത്തിൽ മാത്രം യാത്ര ചെയ്യുകയും കാണുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ത്യയുടെ വികസനമോ മറ്റുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ഇവരെ അടുത്തേക്ക് ഇവരെത്തിക്കൂല, മീഡിയ എത്തിക്കൂല. നമ്മളൊരു ട്രാവൽ ചെയ്യുന്ന ആളായതുകൊണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തും കിടന്ന് കറങ്ങുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് അത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ച് ആൾക്കാരെ പറ്റിച്ച് ഇങ്ങനെ ഉപജീവനമാർഗം കണ്ടെത്തുന്ന ഇവനൊക്കെ ചന്തിക്കടിച്ച് പുറത്താക്കണം ചാനലിൽ. ഇന്നലൊക്കെ എന്തൊരു വിനയത്തോടു കൂടിയ BJP കയറും. ഇത് കുറേ ആൾക്കാർ എത്രയോ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നറിയും. ഇവർ ജമ്മത് സമ്മതിച്ചില്ല. ഇപ്പോൾ അവരെ വിശ്വസിച്ച് വാദിച്ചവരും സപ്പോർട്ട് ചെയ്തവരും ഒക്കെ പൊട്ടന്മാർ, ഇവർ വലിയ മിടുക്കന്മാർ. ഇപ്പോൾ ഇവരെന്താ ചെയ്യണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ചു. മലയാളിയുടെ ഒരു ഗതികേട്, മലയാളികളെ എങ്ങനെ മാധ്യമങ്ങൾ പറ്റിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണിത്. ഓക്കെ, ഇത് മാത്രമേ പറയുന്നുള്ളൂ. കേന്ദ്രത്തിൽ ആര് കയറിയാലും നമ്മൾ പണിയെടുത്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇതുവരെയൊക്കെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഒരു വ്യത്യാസം ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. നല്ലത് വരട്ടെ എന്ന് നമുക്ക് എല്ലാവരെ പോലെ ഞാനും ആശിക്കുന്നു. ഓക്കെ, താങ്ക് യു.